അവളെ വീണ്ടും വിളിച്ചേക്കും ആങ്ങളെ. ഇനി എന്തൊക്കെ അടിച്ചോണ്ട് പോകുന്ന ആർക്കറിയാം. അച്ഛന്റെ പെങ്ങള് പിന്നെ അച്ഛന്റെ വീട്ടിൽ ഒന്ന് നിൽക്കണ്ടായോ? അമ്മയുടെ ബന്ധുക്കൾക്ക് മാത്രം ഇവിടെ നിന്നാ മതിയോ? എന്തുവാടാ, എന്റെ ആൾക്കാർക്ക് അത് മുഖം വരണ്ടായോ? നിങ്ങൾ ആൾക്കാർ മാത്രമല്ല ഇപ്പൊ ഇവിടെ വരുന്നുള്ളൂ, അല്ല അച്ഛന്റെ ആളുകാരും വരുന്നില്ലല്ലോ. നീ വലിയ സൈഡും കൊണ്ട് വന്നേക്കുന്നു. ഏക്കിനും പൂക്കിലും എല്ലാ ആഴ്ചയിലും വരും അമ്മയുടെ ആളുകൾ. എന്താ വേണം? നിനക്ക് ഒരു നഷ്ടവും ഇല്ലല്ലോ എന്റെ ആൾക്കാർ വരുന്നതിന്. നിന്റെ അച്ഛന്റെ ആൾക്കാർ വരുന്നതിന് നിനക്ക് അവര് വർഷത്തിൽ ഒരു തവണ വരത്തുള്ളൂ. അപ്പൊ അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യുന്ന ഒരാളിരിക്കും. ഇപ്പൊ ഇങ്ങനെ പറയുന്നു രാധാമണിയോ ഗോപാൽജി ഇങ്ങോട്ട് വരുമ്പോ അയ്യോ ഗോപാലേ രാധാമണി ഇങ്ങനെയാണല്ലോ എന്റെ വീട്ടുകാരൊക്കെ വരുമ്പോ. ഞാനൊന്നുമില്ല ഇങ്ങനെ അയ്യോ ഇല്ല. നിങ്ങളെ തനിക്കോളം പറഞ്ഞാൽ നിങ്ങളെ വീട്ടുകാർ ഇവിടെ വരുത്തില്ല. വേണ്ട വരണ്ട, നീ ഒന്നും നോക്കണ്ട. ഒത്തിരി നാളായി വന്നിട്ട് എന്നെ കാത്തിരിക്കുവായിരിക്കും. ഞാൻ വന്നടി. വന്നോ? എന്താ പോയി കൊണ്ടുവന്നത്? എന്റെ കുറെ തുണിയൊക്കെയാ. വല്ലതും തിന്നാനൊന്നും ഇല്ലയോ? ഞാൻ കട തുറന്നില്ല. നീ എന്ന് വന്നാലും കട തുറക്കത്തില്ല. ഒന്നീ വെളുപ്പാങ്കാലത്തെ വരും, അന്നേരം അല്ലേ പറയാ ഹർത്താലിന് വരുമെന്ന്. അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ഹസ്ബൻഡിന് കൂടെ വരും. ഇതാകുമ്പോ കട തുറക്കണ്ടല്ലോ, അല്ലെങ്കിൽ പാതിരാത്രിക്ക് വരും. ഇതാ തൊഴില്. ഒന്നും കിട്ടിയില്ലെന്ന്. കാശാന്നില്ലടാ. കൊറേ കഴിഞ്ഞ വർഷം വന്നിട്ട് 200 രൂപയ്ക്ക് മന്തി മേടിക്കോളാം. രൂപയ്ക്ക് എവിടാ മന്തി കിട്ടുന്നത്? 100 ആണോ വന്നത്? 1000 ആണോ? അല്ല, നാക്ക് കള്ളം പറയത്തില്ല. ബന്ധമുള്ള ദിവസം വരും. 100 രൂപ എന്നിട്ട് വരെ മന്തി മേടിച്ച ബാക്കി പോക്കറ്റ് ഇട്ടോളാം. ആരവിടെ ബന്തി വെച്ചേക്കുന്നത്? ആങ്ങളെ പറഞ്ഞിട്ടില്ല ബന്തിന് വരുമെന്ന്. ബന്തിന് കറക്ക് പെങ്ങള് ബന്തിനാ വരുന്നത്. പെങ്ങള് ബന്തിന് മാത്രം ഇങ്ങോട്ട് കേറത്തുള്ളന്ന്. അതാവുമ്പോ സാധനം മേടിക്കണ്ടല്ലോ. വല്ലതും കൊണ്ടുവന്ന് നോക്ക തിന്നാന്. കൊണ്ടുവന്ന് ഒരു കവറിനകത്ത് 4 നൈറ്റി അവക്ക് ഇടാനുള്ളത്. അയ്യോ എന്തോ രാധാമണിയൊക്കെ വല്ലപ്പോഴും വരുന്ന എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊണ്ടുവരരുതോ? അവള് വല്ലതും തിന്നാനാ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ എങ്ങനെയാ തിന്നാൻ കൊണ്ടുവരുന്നത്? അവിടെ ഗ്യാസ് തീർന്നെന്ന് 2 ദിവസം മുമ്പേ എന്നെ വിളിച്ചു പറഞ്ഞു. ഒന്നുമല്ല, യുദ്ധമായോണ്ട് ഗ്യാസ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ഗ്യാസ് അല്ല. അതാകുമ്പോ 2 ദിവസം നിക്കി 200 തുണിയും കൊണ്ടുവരും. ഇവിടെ തേപ്പാ കറണ്ട് ചാർജ് ആയിക്കോട്ടെ. അവിടെ എന്താ തേപ്പോട്ടി മോനെ 2 ദിവസം നിൽക്കും. 1 മാസം കറണ്ട് ചാർജ് തീർത്തിട്ടാ അവള് പോകുന്നത്. കഴിഞ്ഞാണോ എന്ന് ഓർക്കുന്നില്ലയോ? തീർന്ന അരിപ്പൊടി, മറ്റേ മുളക് പൊടി, കായം, ഇതെല്ലാം അവള് പാക്ക് ചെയ്ത് മറ്റേ ഇങ്ങനെ കുട്ടപ്പനാക്കിയിട്ടാ കൊണ്ടുപോയത്. എന്താ ഒന്നും മറുപടി ഇല്ലയോ? ഭർത്താവ് എന്നാ റിട്ടയർ ആവുന്നേ? വരാൻ അവിടെ 2 ദിവസം നിൽക്കാൻ. ഏപ്രിൽ 1 തൊട്ട് ഞാനും അമ്മയും അച്ഛനും അപ്പൂപ്പനും അങ്ങോട്ടങ്ങ് വരുവാ. 1 മാസത്തേക്ക് അവിടെ നിൽക്കുക. 1 മാസത്തേക്ക് അവിടെ നിൽക്കുക. 1 മാസം 1 വർഷം വരെ അവിടെ. എന്തിനാ വീടച്ചിട്ട് ഭർത്താവ് മോളെ വീട്ടിൽ പോയി നിൽക്കാനാ? എന്നിട്ട് അല്ല നേരത്തെ വരുമെന്ന് അറിയുമ്പോ കടക്കാവല്ല. ഞങ്ങള് വരുമെന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ട് സർവീസ് നീട്ടാൻ പറയും. സത്യം പറ. എന്താ അറിയോ, കഴിഞ്ഞ വർഷം റിട്ടയർ ആവണ്ടോ? കഴിഞ്ഞ വർഷം റിട്ടയർ ആയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു റിട്ടയർ ആകുമ്പോ എനിക്കൊരു 1 ലക്ഷം രൂപ വരണമെന്ന്. അമ്മ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഒരു വളം മേടിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ട് 2 വർഷം കൂടെ നീട്ടിയല്ലേ ഭർത്താവിന്റെ. സത്യം. അത് ഇപ്പൊ 2 വർഷം ഇപ്പൊ കറക്റ്റ് 60 വയസ്സായപ്പോ വിരമിക്കും. വരുന്നുണ്ട്. PF, ഗ്രാറ്റുവിറ്റി, ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാം പൊട്ടിക്കണം. നമുക്ക് ഇങ്ങോട്ട് റാലിക്ക് ചെലവ് 1 ലക്ഷം രൂപയാ. വിമുക്ത പഠനം അല്ലേ? അപ്പം വേണേ നമ്മളറിയാതെ വരും. 1 ലക്ഷം രൂപ ചെലവാന്നറിയുമ്പോ ട്രെയിൻ അറിയാതെ ചെണ്ട കൊട്ടി വന്നാ മതി. ചെണ്ട എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം ചെലവാ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, ചെലവാ. അപ്പൊ ഏപ്രിൽ വരും അവിടെ നിക്കാന്. എന്തോ അമ്മ ഇത് നിറച്ച തുണിയാടാ. നിറച്ച തുണി ഇവിടെ ആകുമ്പോ നനയ്ക്കാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഒന്നും ചെയ്യണ്ട. എങ്ങനെ സാധിക്കുന്നു? 1 വർഷത്തേക്ക് അവിടെ കുളി നനയൊന്നും ഇല്ല. പിന്നെ മോടെ അടുത്തോട്ട് പോകും. അവിടെ കൊണ്ടിട്ട് നനയ്ക്കും. ഇവിടെ നേരെ മോടെ അടുത്തോട്ടായിരിക്കും. മോടെ അടുത്തോട്ടങ്ങ് പോകും. അവിടെ 1 മാസം നിൽക്കും. അവിടെ മുടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോപാൽജിയുടെ വീട്ടിലോട്ട് പോകും. അവിടെ 5 മാസം നിൽക്കും. പിന്നെ അല്ല, സപ്താഹം നടക്കുമ്പോ ഓരോ അമ്പലം മാറി മാറി ഓരോ ആൾക്കാർ പോകത്തില്ലേ, സന്യാസിമാര് സ്വാമിമാര്. അതേ കണക്കാ ഇപ്പൊ. ഇനി ഇത് കഴിയുമ്പോ റൂട്ട് മോഡെടുത്ത്, അത് കഴിയുമ്പോ സിതയുടെ എടുത്തോട്ടെ. നീ പറയണ്ട. വിട്ടോ വണ്ടി. കഴിഞ്ഞ അവിടെ വന്ന് അമ്മയ്ക്ക് വയ്യ നോക്കാനാണ്. 1 ദിവസം ഇരുന്നപ്പോ മനസ്സിലായി ഇവിടുത്തെ ജോലി മൊത്തം ചെയ്യേണ്ടി വരുമെന്ന്. പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് മുങ്ങി. അയ്യോ ഞാൻ ജോലി ചെയ്തില്ല. അപ്പൊ എന്തുവാ ഇപ്പം വന്നപ്പോ എന്തു തരുന്നേ? ഞങ്ങക്ക് ഒന്നും കൊണ്ടുവന്നുമില്ല തിന്നാൻ. എന്തോ എത്ര രൂപയോ?
കഴിഞ്ഞ വർഷം വന്നിട്ട് പോയപ്പോ ഞാൻ ശ്രീചേട്ടനോട് കൊണ്ടുണ്ട് ജീപ്പയില് ഒരു കാർ അളകുന്നുണ്ടോ ഇവിടുന്ന് പോയത്. അതാ എന്റെ അമ്മോ ജീപ്പ് മൊത്തം സാധനങ്ങളായിരുന്നു. ചെടി വരും എന്തിന്റെങ്കിലും പൈസ എന്റെ അമ്മോ ആ ജീപ്പയിൽ ഇരുന്ന് എന്റെ ശരീരം മൊത്തം കുളിച്ച് കയറി ആഗ്രഹമായിരുന്നല്ലോ ജീപ്പേ പോണോന്ന്. ഇത് കേക്ക് എല്ലാം പോട്ടെ. ഇപ്പം വല്ലതും കൊണ്ടുവന്ന് ഒന്നും തിന്നാൻ കൊണ്ടുവന്നില്ല. ഒന്നും കൊണ്ടുവന്നു ഒരു 1000 ഇട്. പൈസ അതാ ഇത്രയും പറഞ്ഞില്ല 1000 ഇട്. 1000 രൂപ ഞങ്ങൾക്ക് ഇന്ന് 1000 മന്തി വൈകിട്ട് മന്തി മേടിച്ചു തരണേ. പിന്നെന്താ ആ വെറുതെ വിട്ടേരം മോനെ. ഇത്രയും പറഞ്ഞതെല്ലാം പോട്ടെ. അടങ്ങി ഇരി, എന്തേലും വന്ന് എന്തേലും നമ്മളിത്ര ആ ശരിയാ. വേണ്ട മോനെ ഒന്നും പറയണ്ട. അപ്പൊ മന്തിയാന്നേ ഉറപ്പാന്നേ. അപ്പൊ പറഞ്ഞെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. ചോറ് തരട്ടെയൊക്കെ. ആ ചോറുതാ റേഷനരിയാണോടി? ഞാൻ പടിയരിയാ കഴിക്കത്തുള്ളൂ. എനിക്ക് വടി വെച്ച് തരാമെന്ന്. റേഷനരിക്ക് എന്താ ഇത്ര ഞാൻ ഇവിടെ റേഷനരിയേ ഉള്ളു. വടിയരി ഉള്ളോ കഴിക്കാൻ? വടിയരി വടി വേണേ മേടിച്ചങ്ങോട്ട് തരാം. ആ ചോറ് ഒത്തിരിയാ. ആ ചോറ് ഉള്ളത് അങ്ങ് തിന്നു. കപ്പയും കൊണ്ട് കമത്തടി. ഇവിടെ വേറെ ആർക്കും തിന്നണ്ടായി. ഞാൻ തിന്നിട്ട് തിന്നാ മതി. ആ കൊള്ളാം കൊള്ളാം. പിന്നെ എന്റെ മോടെ വീട്ടിൽ പോയെങ്കിൽ അവരെന്തെല്ലാം ഇറച്ചി ബീഫ് ചിക്കൻ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കി തരും. ഇവിടെ എന്താ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വിളിച്ചോ ആരെങ്കിലും? ഇതെന്തുവാ? ഇത് സിലോപ്പിയ കരിമീൻ വറുത്തത്. ആ അല്ല കരിമീനാന്ന് പറഞ്ഞിട്ട് സിലോപ്പിയ വറുത്ത് വന്നത്. പറ്റീരുകാരി വേണമല്ലോ. ഇങ്ങോട്ട് പഠിക്കണേ. എന്തോ പറയാനാന്ന് പരിക്കാൻ വന്നേത്. ഇത് മുളക് പൊടി ഉപ്പും പുളിയൊന്നും ചേർത്തില്ലേ? വേണേ കഴിച്ചോണ്ട് പോവും. കുറ്റം പറയാനാണോ വന്നത്? പണ്ടാരണ്ട് പറഞ്ഞിട്ട് വന്ന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്താൻ പോരാ. 16 കുറ്റമാ പറയുന്നത്. എന്നോട് പറഞ്ഞത് ഞാനെല്ലാം ആന്ന് മോരൊഴിക്കണോ? മോരൊടി ശകലം മതി. ആ പുളിയുണ്ടോ? ആ പുളി ഉണ്ടോ കൂട്ടി നോക്ക്. പുളി ഉണ്ടോന്ന് വന്നേത്. ഇത്രേ ഉള്ളു. അയ്യോ ഇതിന്റെ പറച്ചിലായിരുന്നോ? ഇറച്ചി വറുത്തത് വെക്കാം, കരിമീൻ പൊളിച്ച് വെക്കാം. നീ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൊണ്ടുവെക്കാന്ന് പറയും. ഇതിപ്പം വന്നപ്പോ ഇത്രേ ഉള്ളു സാധനം. ഇത്രയെങ്കിലും ഉണ്ടല്ലോ. വേണേ കഴിക്കാം. വേണമെങ്കിലും കഴിക്കാം. ഇതിനല്ലൊരു വീട്ടിലൂടെ വല്ലതായിരുന്നു ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. വയ്യാങ്കിലും മല്ലച്ചാതി ഞാൻ ഇത്രയും ഉണ്ടാക്കി. ഒന്ന് ഓർത്തേ മോനെ. കുറ്റം പറയാൻ നല്ല മിടുക്ക എല്ലാവർക്കും. അതാണ് തിന്നുന്നു മുമ്പേ തിന്നു. ആ വിശക്കൊന്ന് കഴിക്കട്ടെന്ന്. എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നോ? അതും ഇല്ല. വൈകിട്ട് കാപ്പിയുടെ കൂടെ എന്തോ നമുക്ക് കഴിക്കാൻ? പരിപ്പ് വട. മേടിക്കണം. എല്ലാം ഞാൻ മേടിച്ചു തരാം. നീയേ പൈസ ഇങ്ങോട്ടിട്. ഞാൻ പൈസ ആയിട്ടല്ല വന്നേ. വയറ് വാടകയ്ക്ക് എടുത്ത് ഇറങ്ങിയേക്കുവോ പൈസ ഒന്നും കൊണ്ടുവരാതെ? അങ്ങോട്ട് വേണമെങ്കിലേ എനിക്ക് വണ്ടിക്കൂലിക്ക് കാശ് അവിടെ കിടക്കുന്നു. അയ്യോ ഉണ്ണിമോനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടും. ഒരു ഗ്യാസ് കുറ്റിയോടെ തന്നിവിടെ. വേണ്ട പൊയ്ക്കോ. ഇവിടെ ഗ്യാസ് കുറ്റി തരാനില്ല. ഞാൻ പോകുന്നില്ല. പിന്നെ എന്നത്തേക്ക് അങ്ങോട്ട് പൊഴിയാനിരിക്കുവോ? 2 ആഴ്ച കഴിഞ്ഞേ പോകുന്നു. 2 ആഴ്ചയോ? നീ അണ്ണനെ ഒന്ന് പിടിക്കണം. കുറച്ച് സാധനമൊക്കെ മേടിച്ചോണ്ട് അണ്ണനെ എങ്ങാണ്ട് പലചരക്ക് കച്ചവടം വലിയ രാധാച്ചന് ബിസിനസ്സാ. അപ്പൊ അതൊക്കെ കൊണ്ടുപോകാനുള്ള ലാക്കാ. ഓക്കെ എന്നോട് പറഞ്ഞു എല്ലാം തരാം. കാണണ്ട നിനക്ക് സാധനമൊക്കെ തന്നു. എന്റെ ദൈവമേ ഇവിടത്തേക്ക് ഇച്ചിരി അരി തരാ ചോദിച്ചാ കുറുവൂർക്ക് നാളാ. പെങ്ങക്ക് സാധനം എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്റെ കൊച്ചുമക്കൾക്ക് വരെ തന്നുവിടാന്ന് പറഞ്ഞു. ശരി ഇങ്ങോട്ട് വരട്ടെ മോനെ നമുക്ക് ചോദിക്കാം. ഓക്കെ എന്നാ. മണിക്കൂട്ടൻ ഇങ്ങോട്ട് വന്നപ്പോ ഇച്ചിരി അരി അവന് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആങ്ങളെ കടന്നങ്ങ് കുറുകുറുപ്പായിരുന്നു. ഇപ്പം പെങ്ങക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ആ ഇനി വരട്ടെന്ന്. എന്താ പണി? പെങ്ങക്കാ തരേണ്ടത്. എന്റെ ആങ്ങളേക്കാണോ കൊടുക്കേണ്ടത്? എന്താടി എന്റെ ആങ്ങളയ്ക്ക് കുഴപ്പം? എന്താ ഇങ്ങോട്ട് വരട്ടെ. അപ്പി അപ്പം കൊണ്ടുവന്ന സാധനമാണ് ഓമയ്ക്ക. ഈ കുടുംബത്തിൽ എല്ലാവർക്കും കൃമി ആയോണ്ടായിരിക്കും ഇല്ലേ അമ്മേ? എനിക്ക് ഇങ്ങനെ ഈ പരുവത്ത് തിന്നാണ് ഇഷ്ടം. കടാന്നിരിക്കും. ഇവന് ഇഷ്ടമല്ല. എനിക്ക് കിളികളാ ഇഷ്ടമല്ല. ഇതാ നല്ലത്. ഏറ്റവും നല്ലത് പച്ചോമയ്ക്കാണ്. ഒരു 5 ഗുണം പറഞ്ഞ 1000 രൂപ. നീ കൊറേ ഇത് തന്നിരിക്കും. ഒരു 5 ഗുണം കറക്റ്റ് പറഞ്ഞ 1000 രൂപ. മോളോശത്തായി എത്തിക്കളാ വിഷയം മാറ്റാ. 5 ഗുണം പറ. സൗന്ദര്യവർദ്ധക സാധനം. ഇത് മുഖത്തിടുന്ന ഫേഷ്യൽ ചെയ്യുന്നതിന് 2000 രൂപ കണ്ട. ആരാ വന്നേക്കാന്ന് നോക്കിയേ. സാധനം ഉണ്ടല്ലോ. ഞങ്ങള് വേറൊരു കാര്യം പറഞ്ഞല്ലോ. പെങ്ങൾക്ക് കടയിൽ നിന്ന് അരിയൊക്കെ കൊടുക്കാമെന്ന്. പെങ്ങൾക്ക് കടയിൽ നിന്ന് അരി മറ്റേ കൊടുക്കാന്ന്. എന്തോ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെങ്ങളല്ലേ വരുമ്പോ കൊടുക്കുക. ഞാൻ നീ അറിയാതെ ഒരു ആക്കാൻ മണിക്കാടിനോട് കൊടുത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞെന്ന് ഇവിടെ ആരും അറിയണ്ട, നിനക്ക് മോക്കും കൊച്ചുമക്കൾക്കും ഉള്ള സാധനം ഐസ്ക്രീം വരെ ഞാൻ കൊടുക്കാമെന്ന്. ഐസ്ക്രീം ഒന്നും കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങ് വരെ ചിലപ്പോ ഐസ്ക്രീം പോവാന്ന് പറയാ. കൊണ്ടുവന്ന പെങ്ങള്
ഇത് നൂറാണല്ലോ. അച്ഛനെ കൊടുക്കാനാ. അച്ഛനെന്താ കുഴപ്പം? അച്ഛനെ കൊടുക്കാനാ. ആനക്ക് കൃമിയൊന്നുമല്ല. അച്ഛൻ ഈയിടെ കൊണ്ട് ശേഷം കറുപ്പ് വീണ്, അത് കാരണം കൊണ്ട് അവള് വിചാരിക്കട്ടെ വെളുക്കട്ടെന്ന് വിചാരിച്ചാണ്. പപ്പായ ഫേഷ്യൽ. എടാ ഇംഗ്ലീഷുകാർ കഴിക്കുന്ന ഈ സാധനം അറിയോ? നമ്മൾ ഇംഗ്ലീഷുകാരല്ലോ. പപ്പയ. അപ്പയോ? പപ്പ. അപ്പയാ. ആ പപ്പയ. ഇതെത്ര 1.5 കിലോ എങ്ങാണ്ടുണ്ട് ഇതില്ലേ? ഇത് കൊണ്ട് ഇത് 1.5 കൂടുതലുണ്ടെന്ന്. ഇത് തന്നെ ഉണ്ടോന്നറിയാം. ഇത് കൊള്ളാം. സിദ്ധ എന്താണ്ട്? നല്ല മഴയുണ്ട്.